കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥിയിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ആദ്യ വായന 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ നമ്മൾ കാണുന്നത് ഏലിയ പ്രവാചകനും എലീഷ പ്രവാചകനും തമ്മിൽ പരസ്പരമുണ്ടായിരുന്ന ആത്മബന്ധം. ഒരാൾ മറ്റേയാളെ പിരിയാതെ പിന്തുടരുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്ന് പ്രേമക്കാർ കാണിക്കും പോലെയല്ല, ഇത് പരിശുദ്ധമായ ഒരു ആത്മബന്ധം. ഏലിയ പറഞ്ഞു, എനിക്ക് മറ്റേ മലയിലേക്ക് പോകണം, അപ്പം അതുകൊണ്ട് നീ ഇവിടെ നിന്നോ. ഉടനെ എലീഷ പറയാണ്, നീ പൊക്കോ, പക്ഷെ ഞാൻ നിന്റെ കൂടെ വരും. അടുത്ത മല കയറണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം, പക്ഷെ ഞാൻ വരും. അങ്ങനെ ഏലിയ പോകുന്നിടത്തേക്കെല്ലാം പുറകെ പോയ ഒരു വ്യക്തിയായിട്ട് എലീഷയെ കാണാൻ പറ്റും. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. ക്രിസ്തുവിനെ പിരിയാതെ കൂടെ നടക്കുന്ന, അതിനെന്ത് ത്യാഗമെടുക്കാനും മനസ്സ് കാണിക്കുന്ന ഒരാത്മബന്ധം. അതാണ് ക്രിസ്ത്യാനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഭാരം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ നമ്മൾ നിരാശപ്പെടും. മാത്രമല്ല, ദൈവത്തെ പോലും പഴിച്ചെന്ന് വരും. ഞാൻ ഈ കണ്ട കാലമെല്ലാം പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നെന്ന് ചോദിക്കും. പക്ഷേ ആത്മബന്ധമുള്ളവരൊരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം അവർക്കറിയാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അനുവദിക്കുന്ന എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി ആണ്. അത് നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. എലീഷ ഇങ്ങനെ പുറകെ വന്നപ്പോൾ ഏലിയ പ്രവാചകൻ അവനോട് ചോദിച്ചു, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ഒരനുഗ്രഹം തരണമെന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ എത്രമാത്രം ഉയർന്ന് ചിന്തിക്കാൻ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നമ്മൾ കാണുകയാണ്, എലീഷായ്ക്ക് എന്തു വേണേലും ചോദിക്കായിരുന്നു, കിട്ടും. കാരണം ഏലിയ പ്രവാചകന്റെ ശക്തി അത്ര വലുതായിരുന്നു. എന്ത് ചോദിച്ചാലും കിട്ടിയേനെ.
എലീഷ പറഞ്ഞു, എനിക്ക് വേണ്ടത് നിന്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം വായിച്ചാൽ സോളമന് ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു. ഇഷ്ടമുള്ളത് ചോദിക്കാം, ഞാൻ തരും. സോളമൻ ആവശ്യപ്പെട്ടത് വാരിക്കൂട്ടാനുള്ള അതിനു മാത്രമുള്ള സമ്പത്തോ പണമോ ഒന്നുമല്ല. സോളമൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനവും വിവേകവും നൽകുക, അത് മാത്രം മതി. ഏതാണ്ട് അതുപോലെ എലീഷ പ്രവാചകൻ ആവശ്യപ്പെട്ട ഒരു കാര്യം, നിന്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക്. ഏലിയായുടെ പുറങ്കുപ്പായം സൂചിപ്പിക്കുന്നത് അവൻ്റെ അഭിഷേകത്തെയാണ്. നമ്മൾ കണ്ടോ, ഏലിയ പുറങ്കുപ്പായം എടുത്ത് വെള്ളത്തിൻ്റെ മീതെ അടിച്ചപ്പോൾ വെള്ളം മാറി. മതിൽ കെട്ടി നിർത്തിയിരിക്കുന്നത് പോലെ വെള്ളം മാറി നിന്നു. അവർക്ക് അതിലേക്ക് കടന്നു പോകാൻ പറ്റി. ഇതിനുശേഷം നമ്മൾ കാണുകയാണ്, എലീഷായും ജോർദാൻ നദി കരയിൽ വന്ന് നിന്നപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കടക്കാൻ വയ്യാത്ത വിധം ആ പുറങ്കുപ്പായം എടുത്തൊന്ന് അടിച്ചത് വെള്ളം മാറി നിന്നു. പറയുണ്ട്, ഈ അഭിഷേകം അതിൻ്റെ ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഇത് പല മക്കളും മാതാപിതാക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി ഇച്ചിരി കഷ്ടപ്പെട്ട് അവരെ പരിചരിച്ച് അതിൻ്റെ അവസാനം അവരെൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ, എനിക്കത് മതി. എത്ര പേരെന്ന് ചിന്തിക്കും? ഇന്ന് വേണേ അവരുടെ കൈവശമുള്ളത്, ഇപ്പോഴും അവരുടെ പേരിലുള്ളത് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ഇച്ചിരി ചോറും കൊടുത്ത് കാപ്പിയും കൊടുത്ത് അവരെ പരിചരിച്ചെന്ന് വരും. ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ പ്രവാചകൻ ആഗ്രഹിച്ചത് അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇസാക്കിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മക്കളെ ഏസാവ്, പ്രത്യേകിച്ച് ഏസാവ്, യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏസാവ് വന്നിട്ട് കെഞ്ചി പറയുകയാണ്, അപ്പാ ഒരാളെ അനുഗ്രഹിക്കാനുള്ളതേ ഉള്ളോ അങ്ങയുടെ കരങ്ങളിൽ? എന്നെയും കൂടെ ഒന്ന് അനുഗ്രഹിച്ചു കൂടെ? വേറൊന്നും അവിടെ പറയുന്നില്ല. എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം, എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം, എനിക്കതാണ് വേണ്ടത്. ഇങ്ങനെ ഉയർന്ന് ചിന്തിക്കാൻ സാധിക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള സമ്പത്ത് അവർ കൈവരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഈ ലോക ജീവിതത്തിന് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം മതി എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് നമ്മുടെ ജീവിതം ഒതുങ്ങിപ്പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, മത്തായി 6-ാം അധ്യായം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നെടുന്തൂണ് പോലെ നിൽക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന, രണ്ടാമത്തെ കാര്യം ദാനധർമ്മം, മൂന്നാമത്തെ കാര്യം ഉപവാസം. ഇനി ഇവയൊക്കെ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാണുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ്, നീ കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ കാണാൻ വേണ്ടി കൊടുക്കരുത്. നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നീ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു ഉപവാസം നടത്തരുത്. ഇനി അങ്ങനെ നടത്തിയാൽ ദൈവത്തിൽ നിന്ന് നിനക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് പ്രധാനപ്പെട്ടത് മനുഷ്യർ നമ്മെ പൊക്കി പറയണതോ മനുഷ്യപ്രീതി നമുക്ക് ലഭിക്കുന്നതോ അതല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവപ്രീതിയാണ്. ഗലാത്യർ 1:10 പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യപ്രീതി തേടിപ്പോയെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു. പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശുശ്രൂഷകനാവുക, അതിലൂടെ സ്വർഗീയമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നൽകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന. നമ്മൾ കണ്ടു, മറ്റുള്ളവരെ കാണാൻ വേണ്ടി നമ്മൾ കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ 2 കൊറിന്തോസ് 8:12 വചനം വായിച്ചാൽ 2 കാര്യങ്ങൾ അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, താല്പര്യത്തോടെ കൊടുക്കണം. മറ്റൊന്ന്, ആനുപാതികമായിട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചതനുസരിച്ച് കൊടുക്കാനുള്ള ആ ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് തോബിത്ത് 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏറെ ലഭിച്ചവർ അതനുസരിച്ച് കൊടുക്കണം, അല്പമേ ഉള്ളെങ്കിൽ അതനുസരിച്ച് കൊടുക്കണം. അതാണ് ദൈവം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കാം. മൂന്നാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. 2 കൊറിന്തോസ് 9:7 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, സന്തോഷത്തോടെ നൽകുന്നവന് ദൈവം ഇഷ്ടപ്പെട്ട് അവനെ അനുഗ്രഹിക്കും. ദൈവം ഇഷ്ടപ്പെടുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പ്രഷർ അനുഭവിച്ച് അതിൻ്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കാം, കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അവരെന്ത് വിചാരിക്കും? അങ്ങനെയല്ല.
സന്തോഷത്തോടെ നൽകുന്നവന് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്, അവൻ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കാം. ഇനി അതും നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. മനുഷ്യൻ കാണാൻ വേണ്ടിയല്ല, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊടുക്കുമ്പോൾ അതനുസരിച്ച് പ്രതിഫലം ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കും. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അല്പം കൂടി ഒരു അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ട കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനു വേണ്ട പ്രചോദനം ഈ ബലിയിലൂടെ നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാം.